പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഡാറ്റ എൻട്രിയുടെ 336 എന്ന കോഡ് നമ്പർ അനുസരിച്ചുള്ള എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന വിഭാഗമാണ് ആദ്യം. കാറ്റഗറി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലെ ക്വസ്റ്റ്യൻ നമ്പർ എ ഇവിടെയാണ് നമ്മൾ കാണുന്നത്. ഹാഫ് മാർക്ക് വെച്ചാണ് 10 ക്വസ്റ്റ്യൻസിന് 5 മാർക്ക് എന്ന രീതിയിൽ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഡാഷ് ലാംഗ്വേജ് മെഷീൻ കോഡ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ സിംബോളിക് കോഡ്. ഏത് ലാംഗ്വേജിലാണ് മെഷീൻ കോഡ് സിംബോളിക് കോഡായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്? അഥവാ സിംബോളിക് കോഡിനെ നമ്മൾ അസംബ്ലർ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. അസംബ്ലി ലാംഗ്വേജിലാണ് സാധാരണ മെഷീൻ കോഡിന് പകരം. മെഷീൻ കോഡ് എന്ന് പറഞ്ഞാൽ 0101 എന്നുള്ള ബൈനറി ഡിജിറ്റ് ആണ് മെഷീൻ കോഡ്. മെഷീൻ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ്. കമ്പ്യൂട്ടർ എന്ന മെഷീന് മനസ്സിലാകുന്ന ഭാഷയാണത്. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ആണ് സിംബോളിക് കോഡ്. സിംബോളിക് കോഡിൽ ചിത്രചിഹ്നങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ അസംബ്ലർക്ക് മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഉപകരണത്തെക്കുറിച്ച് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തിരിക്കുക. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്, കീബോർഡ് ആൻഡ് ലൈറ്റ് പെൻ ആർ ഡാഷ് ഡിവൈസസ്. കീബോർഡ്, ലൈറ്റ് പെൻ എന്നിവയൊക്കെ ഇൻപുട്ട് ഡിവൈസസ് ആണ്. എന്താണ് ഇൻപുട്ട് ഡിവൈസ്? കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് ഈ ഇൻപുട്ട് വിവരങ്ങൾ നമ്മൾ നൽകാൻ നമ്മൾ ഉപയോഗിക്കുന്ന, കീബോർഡിലാണെങ്കിൽ കീ പ്രസ്സിലൂടെയാണ് വിവരങ്ങൾ നൽകുന്നത്. മൗസ് ഇൻപുട്ട് ഡിവൈസ് ആണ്. മൗസ് ക്ലിക്കിലൂടെയാണ് ഇൻപുട്ട് ആയിട്ട് ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിനകത്തേക്ക് നൽകുന്നത്. അതുപോലെ തന്നെ സ്കാനർ ഇമേജ് സ്കാനിങ്ങിലൂടെയാണ് ഇൻപുട്ട് നൽകുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഡിവൈസസിൻ്റെ ഒരു ടോട്ടൽ ലിസ്റ്റ് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ലൈറ്റ് പെന്നും ഒരു ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്. ഓക്കെ, അപ്പം ലൈറ്റ് പെന്ന് അല്ലെങ്കിൽ ബാർകോഡ് റീഡർ, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ വില വിവരങ്ങളുടെ ബാർകോഡ് മനസ്സിലാക്കുന്ന ബാർകോഡ് റീഡർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. സ്കാനർ ഇൻപുട്ട് ഡിവൈസ് ആണ്. കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ്. വെബ് ക്യാം ഇൻപുട്ട് ഡിവൈസ് ആണ്. ടച്ച് സ്ക്രീൻ പോലും ഇൻപുട്ട് ഡിവൈസ് ആണ്. ക്യാമറ ഇൻപുട്ട് ഡിവൈസ് ആണ്. മൗസ് ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, ഇൻപുട്ട് ഡിവൈസിൻ്റെ ഒരു ടോട്ടൽ ലിസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഔട്ട്പുട്ട് ഡിവൈസ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. നമ്മുടെ മോണിറ്റർ അഥവാ സ്ക്രീന്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അഥവാ VDU, അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രിന്റർ, പ്ലോട്ടർ എന്നിവയൊക്കെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, ഇനി സ്പീക്കർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സൗണ്ട് ആണ് ഔട്ട്പുട്ട് ആയിട്ട് നൽകുന്നത്. ഹെഡ്ഫോൺ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇയർഫോണും ഒക്കെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. മറ്റൊരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, പ്ലോട്ടറുകൾ ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് പറഞ്ഞല്ലോ. 2 തരം പ്ലോട്ടർ ഉണ്ട്. ഏതൊക്കെയാണ്? 2 തരം പ്ലോട്ടറുകളുണ്ട്. ഡ്രം പ്ലോട്ടറും ഉണ്ട്. ഒരു ഡ്രമ്മിന് ചുറ്റിയ ഒരു പേപ്പർ ഇരിക്കുകയും അങ്ങനെ പ്രിന്റിംഗ് നടക്കുകയും ചെയ്യുകയാണെങ്കിലാണ് ഡ്രം പ്ലോട്ടർ. ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ ഉണ്ട്. ഇതാണ് മുകൾ ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറാണ് രണ്ടാമത്തെ ടൈപ്പ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞിരിക്കുന്ന പ്ലോട്ടർ 2 തരം ഉണ്ട്. 2 ഡിസൈൻസിൽ വരുന്നുണ്ട്. ഫ്ലാറ്റ് ബെഡും പിന്നെ ഏതാണ്, പിന്നെ ഡ്രം എന്നാണ് അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. DRUM ഡ്രം എന്ന് ഫില്ല് ചെയ്യണം. ഓക്കെ, ഇനി D, question number D. In start menu, dash displays a list of installed programs which a user can start or use. സ്റ്റാർട്ട് മെനുവിൽ പണ്ടത്തെ വിൻഡോസ് XPയിലൊക്കെ ആണെങ്കിലും സ്റ്റാർട്ട് മെനുവിൽ ഓൾ പ്രോഗ്രാംസ് പോയാൽ ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, യൂസർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ പ്രോഗ്രാമുകളുടെയും ലിസ്റ്റ് നമുക്ക് ഓൾ പ്രോഗ്രാംസിൽ പോയിട്ട് നമുക്കിവിടെ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഇനി വെൻ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ E. വെൻ ഫയൽസ് ഓർ ഫോൾഡേഴ്സ് ആർ ഡിലീറ്റഡ് ഫ്രം ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിൽ നിന്ന് ഫയലും ഫോൾഡറും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസൈക്കിൾ ബിന്നിൽ പോയി കിടക്കുമെന്ന് നമുക്കറിയാം. വിൻഡോസ് പ്ലേസ് ദ ബിൻ റീസൈക്കിൾ ബിൻ. നോക്കുക, ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ മാത്രമാണ് റീസൈക്കിൾ ബിന്നിൽ പോയി കിടക്കുക. മെമ്മറി കാർഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീസൈക്കിൾ ബിന്നിൽ ഉണ്ടാവില്ല. പെൻഡ്രൈവിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീസൈക്കിൾ ബിന്നിൽ ഉണ്ടാവില്ല. ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ മാത്രമാണ് അത് ഫയലും ഫോൾഡറും ഒക്കെ റീസൈക്കിൾ ബിന്നിൽ. നമുക്ക് ഒരു ആക്സിഡൻഷ്യലായിട്ട് അബദ്ധവശാൽ നമ്മുടെ കയ്യിൽ നിന്ന് കൈതട്ട് ഡിലീറ്റ് ആയി പോയാലും നമുക്ക് അതിനെ റിക്കവർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. റീസൈക്കിൾ ബിന്നിൽ പോയി റീസ്റ്റോർ കൊടുത്താൽ മതി, നമുക്ക് തിരിച്ചു കിട്ടും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ F. ഇൻ മെയിൽ മെർജ് ഡാഷ് കണ്ടെയ്ൻസ് ദ ഡാറ്റ ഓഫ് റെസിപ്പിയൻസ്. മെയിൽ മെർജ് നമുക്കറിയാം, MS വേർഡിലുള്ള ഒരു കാര്യമാണ് മെയിൽ മെർജ്. അതിൽ മെയിലിംഗ് ടാബിൽ പോയാൽ നമുക്ക് ഒരു MS വേർഡിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് മെയിൽ മെർജ്. ആ മെയിൽ മെർജിൽ 3 ഡോക്യുമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു ലെറ്റർ. നമ്മൾ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്താൽ മതി. ഒരു കമ്പനിയിലുള്ള
200-300 തൊഴിലാളികളുണ്ടെങ്കിൽ എല്ലാവർക്കും ആ ഒരൊറ്റ ലെറ്റർ അവരുടെ വ്യത്യസ്ത അഡ്രസ്സുകളിലേക്ക് പോകുന്ന രീതിയിൽ പ്രിന്റ് ചെയ്ത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതാണ് മെയിൽ മർജ് എന്ന്. അപ്പോൾ മെയിൽ മർജിൽ 3 ഡോക്യുമെന്റ് ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ മെയിൻ ഡോക്യുമെന്റ്, കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുവാണ്, എല്ലാ തൊഴിലാളികളെ അവരുടെ കുടുംബസമേതം ക്ഷണിക്കുന്നു. ഇതാണ് ലെറ്ററിന്റെ കണ്ടന്റ് എന്ന് വിചാരിക്കുക, മെയിൻ ഡോക്യുമെന്റ് കണ്ടന്റ്. തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിന് 300 തൊഴിലാളികളുടെയും അഡ്രസ് ഫീൽഡ് അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡാറ്റ ഫീൽഡ് അവിടെ ഉണ്ടെങ്കിൽ അതുമായിട്ട് മെർജ് ചെയ്തുകൊണ്ട് 300 ഡിഫറെന്റ് അഡ്രസ്സുകളിൽ ആ സെയിം ലെറ്റർ തന്നെ നിമിഷ നേരം കൊണ്ട് മെർജ് ചെയ്ത് നമുക്ക് ഒറ്റ ഒരു മെർജ് ചെയ്ത് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതാണ് മെർജ് ഡോക്യുമെന്റ് അഥവാ നമ്മൾ ആഗ്രഹിക്കുന്ന ഫൈനൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൽ മെർജില് നമുക്ക് ഇൻ മെയിൽ മെർജ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ സോഴ്സിൻ്റെയാണ്. മെയിൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കുന്ന ലെറ്ററിനെയാണ്. സോഴ്സ് ഡോക്യുമെന്റും ഡാറ്റ സോഴ്സും ഇത് രണ്ടും മെർജ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്ന റെസിപ്പിയൻസിലേക്ക് അത് കൊടുക്കുന്നത് മെർജ്ഡ് ഡോക്യുമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇവിടുത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. ഈ ചോദ്യം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഴ്സ് ഡോക്യുമെന്റ് കണ്ടെയ്ൻസ് ഡാറ്റ ഓഫ് റെസിപ്പിയൻസ്, റെസിപ്പിയൻസിന്റെ ഡാറ്റ അഥവാ അഡ്രസ്സ്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ ഡെസിഗ്നേഷൻ എന്തൊക്കെയാണോ അത് ആ സോഴ്സ് ഡോക്യുമെന്റിൽ ഉണ്ടാകും എന്ന്. ഇനി അടുത്തത് ഡാഷ് ക്വസ്റ്റ്യൻ നമ്പർ ജി ആണ്. ഡാഷ് ആർ ദ ഇൻഡിവിജ്വൽ ഷീറ്റ്സ് ഓഫ് എ പ്രസന്റേഷൻ. ഒരു പവർ പോയിന്റ് പ്രസന്റേഷന്റെ ഇൻഡിവിജ്വൽ ഷീറ്റ്സിന് നമ്മൾ എന്ത് പേരാണ് വിളിക്കുക? അത് വ്യത്യസ്ത സ്ലൈഡുകൾ എന്നാണ് വിളിക്കുക. പവർ പോയിന്റ് നമുക്കറിയാം MS ഓഫീസ് പാക്കേജിലെ വളരെ സെമിനാർ പ്രസന്റേഷനും ക്ലാസ് റൂം പ്രസന്റേഷനും ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണമാണ്, ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ. അതിൽ സ്ലൈഡുകളുടെ രൂപത്തിലാണ് ഓരോ ഷീറ്റുകളും തയ്യാറാക്കപ്പെടുക. സ്ലൈഡ്സ് ആർ ദ ഇൻഡിവിജ്വൽ ഷീറ്റ്സ് ഓഫ് പ്രസന്റേഷൻ. ഇതുപോലെ സ്ലൈഡുകളായിട്ടാണ് പവർ പോയിന്റിൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയുക. അപ്പോൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന കാര്യം എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്നുള്ളത് എന്താണ്? ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അത് എന്തിനു വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? മെയിൻലി ഡിസൈൻഡ് ഫോർ ക്രിയേറ്റിംഗ് സ്ലൈഡ് ഷോസ്. സ്ലൈഡ് ഷോസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മെയിൻലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എക്സലോ MS ഓഫീസ് പാക്കേജിലെ വേറൊരു ഐറ്റമാണ്, സോഫ്റ്റ്വെയർ ആണ് എക്സൽ. എക്സൽ ഈസ് എ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ഫോർ ഡാറ്റ ഓർഗനൈസേഷൻ, കാൽക്കുലേഷൻ ആൻഡ് അനാലിസിസ്. കണക്ക് കൂട്ടുന്നതിന്, ഡാറ്റ ക്രമീകരണത്തിന്, ഡാറ്റ വിശകലനത്തിന് ഒക്കെ ഹെൽപ്ഫുൾ ആകുന്ന സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. എന്താണ് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം? റോയും കോളവുമായിട്ടായിരിക്കും സ്ക്രീൻ കാണപ്പെടുക. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി MS വേർഡും ഇതുപോലെ തന്നെ MS ഓഫീസ് പാക്കേജിൽ വരുന്നതാണ്. MS വേർഡ്, MS എക്സൽ, MS പവർ പോയിന്റ്, MS ഔട്ട്ലുക്ക്, ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ MS വേർഡ് അതിൽ വരുന്നത് ഒരു വേർഡ് പ്രോസസ്സർ എന്ന നിലയിലാണ്. പവർ പോയിന്റ് വരുന്നത് ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. എക്സൽ വരുന്നത് അത് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ആയിട്ടാണ്. MS വേർഡ് വരുന്നത് വേർഡ് പ്രോസസ്സർ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ക്രിയേറ്റർ ആണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ്, എഡിറ്റിംഗ് ആൻഡ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ബേസ്ഡ് ഡോക്യുമെന്റ്സ്. ടെക്സ്റ്റ് ബേസ്ഡ് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെയാണ് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുത്ത ക്വസ്റ്റ്യൻ H ആണ്. .com ഈസ് ഡൊമൈൻ കോഡ് ഫോർ ഡാഷ് ഓർഗനൈസേഷൻ. .com എന്നുള്ളത് കമേഴ്ഷ്യൽ എൻറ്റിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള ഡൊമൈൻ നെയിം കോഡാണ്. .com എന്നുള്ളത് വാണിജ്യ സ്ഥാപനങ്ങൾക്ക്, കച്ചവട പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾക്ക് ഒക്കെ. ഇപ്പോൾ Google.com എന്നൊക്കെ പറയുമ്പോഴും അത് മെയിൻലി അവർ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണെന്നാണ് അതിന് മനസ്സിലാക്കുക. .com എന്ന ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുക ഇത് ജനറിക് ആയിട്ടുള്ള ഡൊമൈൻ നെയിം ആണ്. കൺട്രി സ്പെസിഫിക് ആയ ഡൊമൈൻ നെയിം ഉണ്ട്. .UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് ബ്രിട്ടന്റെ ആണ് .UK എന്നുള്ളത്. .CN ചൈനയുടെ ആണ്. ഓക്കെ, .JP ജപ്പാന്റേതാണ്. അപ്പോൾ അങ്ങനെ കൺട്രി സ്പെസിഫിക് ഡൊമൈൻ നെയിമുകളുണ്ട്, അതുപോലെ തന്നെ ജനറിക് ഡൊമൈൻ നെയിമുകളുണ്ട്. എന്തായാലും .com എന്നുള്ളത് ഒരു ജനറിക് ഡൊമൈൻ നെയിമാണ്. അത് കൊമേഴ്ഷ്യൽ എൻറ്റിറ്റികളെ, കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷനുകൾക്ക് വേണ്ടിയില്ല. അപ്പോൾ നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത് എന്താണ്? കൊമേഴ്ഷ്യൽ എന്ന് ഫില്ല് ചെയ്യണം. ഓക്കെ, എന്നാലാണ് ശരിയായ ഉത്തരമാവുക. എവറി പേജ് ഓൺ വെബ് ഹാസ് എ യൂണിക് അഡ്രസ്. വെബില് ഓരോ പേജിനും ഒരു തനതായ അഡ്രസ് ഉണ്ട്. ആ അഡ്രസ്സിനെ പറയുന്നത് എന്താണ്? URL എന്നാണ് പറയുന്നത്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ URLന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെബിലെ ഓരോ പേജിനും URL എന്ന യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്ന ഒരു യൂണിക് അഡ്രസ് ഉണ്ട്. അപ്പോൾ URL എന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി കൺട്രി സ്പെസിഫിക് ഡൊമൈൻ നെയിം ഫോർ യുണൈറ്റഡ് കിങ്ഡം ഈസ്, ഞാൻ നേരത്തെ പറഞ്ഞു ബ്രിട്ടനെയാണ് UK എന്ന് പറയുക. അപ്പോൾ ബ്രിട്ടൻ്റെ, യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ കൺട്രി സ്പെസിഫിക് ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞ .UK ആണ് എന്നുള്ളതാണ്. ഡൊമൈൻ നെയിമുകൾ പലതരം ഉണ്ട്. .biz ഉണ്ട്, .info ഉണ്ട്, .com ഉണ്ട്, .edu ഉണ്ട്, .net ഉണ്ട്, .org ഉണ്ട്, .eu ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഇതൊക്കെ പല രീതിയിലാണ്. ഇതിൽ ചിലതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രി കോഡുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ അതേസമയം ജനറിക് ആയിട്ടുള്ള ഡൊമൈൻ നെയിമുകൾ അവയും ഉണ്ട്. നമുക്ക് നോക്കാം ഡൊമൈൻ നെയിം എപ്പോഴും എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെ https://www.bluehost.com/domain ഇത് നമ്മൾ സാധാരണ ഒരു URL ആണ് കാണുന്നത്. ഈ URLന്റെ ആദ്യ ഭാഗം നോക്കാം. https എന്നത് ഇത് പ്രോട്ടോകോൾ ആണ്. അതുപോലെ തന്നെ www എന്നുള്ളത് സബ് ഡൊമൈൻ ആണ്. bluehost.com എന്നുള്ളത് ഡൊമൈൻ നെയിം ആണ്. സ്ലാഷിന് ശേഷം വന്നിരിക്കുന്നത് പാത്താണ്. ഇനി അപ്പോൾ ഇത് വേർതിരിച്ച് മനസ്സിലാക്കണം. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന് എന്തെന്നാ പറയുക എന്ന് ചോദിക്കും. ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇങ്ങനെ തന്നിട്ട് ഈ ഭാഗത്തിന് എന്താണ് പറയുക, ഇതിലേതാണ് ഡൊമൈൻ നെയിം എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എന്തായാലും .com എന്നുള്ളതൊക്കെ ജനറിക് ആണെന്ന് ഞാൻ പറഞ്ഞു. .cn ചൈനയുടെ കൺട്രി സ്പെസിഫിക് ആണ്, ജനറിക് അല്ല. .de എന്നുള്ള ജർമ്മനിയുടെ കൺട്രി സ്പെസിഫിക് ഡൊമൈൻ നെയിമാണ്. .net എന്നുള്ളത് അത് ജനറിക് ആണ്. .uk ബ്രിട്ടന്റെ യുണൈറ്റഡ് കിങ്ഡത്തിലാണ്. .org അത് ഓർഗനൈസേഷൻ ആണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഓർഗനൈസേഷനുകൾക്ക് ജനറിക് ആണ് പറയുക. ഇനി .nl നെതർലാൻഡ്സിന്റെ ആണ്. .ru റഷ്യയുടെ ആണ്, അതൊക്കെ കൺട്രി സ്പെസിഫിക് ഡൊമൈൻ നെയിമാണ്. .br ബ്രസീലിന്റെ ആണ്. .au ഓസ്ട്രേലിയയുടെ ആണ്. അപ്പോൾ ഡൊമൈൻ ജനറിക് ഡൊമൈൻ നെയിമുകളാണ് .com, .org, .net, .edu, .gov. ഓക്കെ, .com മെയിൻലി ഫോർ കൊമേഴ്ഷ്യൽ എൻറ്റിറ്റീസ് ആണ്. .org ഒറിജിനലി ഫോർ ഓർഗനൈസേഷൻസ് നോട്ട് ക്ലിയർലി ഫോളിംഗ് വിത്തിൻ ദ അതർ GTLDS. ഇനി .net ഒറിജിനലി ഫോർ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. .edu എഡ്യൂക്കേഷണൽ യൂസ് ആണ്. .gov ഗവൺമെൻറ് യൂസ് ആണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം ട്രൂ ഓർ ഫോൾസ് എന്ന കാറ്റഗറിയാണ്. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് എ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആർ ജനറലൈസ്ഡ് പാക്കേജസ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, ഇപ്പോൾ എക്സൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. എക്സൽ MS ഓഫീസിന്റെ സ്പ്രെഡ്ഷീറ്റ് പാക്കേജിന്റെ പേര് മാത്രമാണ് എന്താണ് MS എക്സൽ എന്നത്. അതുപോലെ തന്നെ OpenOffice.org കാൽക്ക് അത് ലിനക്സിന്റെ ആണ്. അതുപോലെ തന്നെ ലോട്ടസ്, ഇങ്ങനെ പലതരത്തിലുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളെല്ലാം കോളവും റോയും ചേർന്ന ഒരു രീതിയിൽ സ്പ്രെഡ്ഷീറ്റ് മോഡലിലായിരിക്കും അതിൻ്റെ വർക്ക് ഏരിയ ഇരിക്കുന്നത്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ് ആർ ജനറലൈസ്ഡ് പാക്കേജസ്. ഇത് സത്യമാണ്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ ജനറലൈസ്ഡ് പാക്കേജ് ആണ്. അപ്പോൾ ചോദിക്കും എന്താണ് ജനറലൈസ്ഡ് പാക്കേജ്, കസ്റ്റമൈസ്ഡ് പാക്കേജ്, ഇവ തമ്മിലുള്ള വ്യത്യാസമുണ്ടോ? ജനറലൈസ്ഡ് പാക്കേജ് ജനറലായിട്ട് ആർക്കും ഏത് ഓഫീസിൽ ഉപയോഗിക്കാൻ കഴിയുന്നവ. കസ്റ്റമൈസ്ഡ് പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ പ്രോഗ്രാമർ ഉണ്ടാക്കി കൊടുക്കുന്നത് കസ്റ്റമൈസ്ഡ് ആണ്. അവരുടെ പർപ്പസ് ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട്, ഒരു കോളേജിന് വേണ്ടിയിട്ട്, അങ്ങനെ ഓരോ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലി മെയ്ഡ് ആയിട്ടുള്ളതാണ് കസ്റ്റമൈസ്ഡ്, ജനറൽ അല്ല. പക്ഷേ വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ എല്ലാം തന്നെയും എക്സൽ ആണെങ്കിലും അതൊക്കെ എന്താണ് ജനറലൈസ്ഡ് പാക്കേജസ് ആണ്, സാധാരണഗതിയിൽ ട്രൂ ആണ്. അപ്പോൾ സോഫ്റ്റ്വെയറുകൾ നമ്മൾ നോക്കുമ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്നിങ്ങനെ രണ്ട് കാറ്റഗറിയാണ്. സിസ്റ്റം സോഫ്റ്റ്വെയറുകളെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ വിൻഡോസ്, ലിനക്സ്, മാക് OS അങ്ങനെയൊക്കെ പറയാം. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയറിലെ വേറൊരു കാറ്റഗറിയാണ് യൂട്ടിലിറ്റീസ്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകളെ പോലുള്ള യൂട്ടിലിറ്റികൾ സോഫ്റ്റ്വെയറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പാർട്ടാണെന്ന് പറയാം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ പറയുമ്പോൾ അതിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്. ജനറലൈസ്ഡ് പാക്കേജും ഉണ്ട്, കസ്റ്റമൈസ്ഡ് പാക്കേജും ഉണ്ട്. ജനറലൈസ്ഡ് പാക്കേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ MS വേർഡ്, MS എക്സൽ, MS PowerPoint ഇതൊക്കെ ജനറലൈസ്ഡ് പാക്കേജാണ്. ഇതൊക്കെ ഒരേ സമയം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത് നമ്മൾക്ക് ഒരു OS ഉണ്ടെങ്കിലാണ് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് OS വേണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ വേണം. അങ്ങനെയാണെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അതിനകത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വേർഡ്, എക്സൽ, PowerPoint ഒക്കെ ജനറലൈസ്ഡ് പാക്കേജാണ്, കസ്റ്റമൈസ്ഡ് പാക്കേജ് അല്ല എന്നർത്ഥം. ഇനി ജനറലൈസ്ഡ് പാക്കേജിന് എക്സാമ്പിൾ ആണ് വേർഡ് പ്രോസസ്സർ, പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകൾ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ, ഇമേജ് എഡിറ്റർ ഒക്കെ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറുകൾ. ഇനി സ്പെസിഫിക് പർപ്പസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. റിസർവേഷൻ സിസ്റ്റം, റെയിൽവേ റിസർവേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ എയർപോർട്ടിലെ റിസർവേഷൻ സിസ്റ്റം, അറ്റൻഡൻസ് സിസ്റ്റം ഇൻ എ കമ്പനി ഓഫീസ്, ബില്ലിംഗ് സിസ്റ്റം, റിപ്പോർട്ട് കാർഡ് ജനറേറ്റർ, ഇതൊക്കെ സ്പെസിഫിക് ആണ് പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ അടുത്ത ഒരു ചോദ്യമുണ്ട്. എന്താണ് അടുത്ത ചോദ്യം? ഫോർട്രാനെ കുറിച്ചാണ്. ഫോർട്രാൻ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള
ഫോർട്രാൻ എന്നല്ല, ഫോർമുല ട്രാൻസ്ലേറ്റർ എന്നുള്ളതാണ് ഫോർട്രാൻ ഒക്കെ. C++, കൊബോൾ, ഫോർട്രാൻ ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജസിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നു. ഫോർട്രാൻ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയ ഒന്നാണോ എന്നാണ് ചോദിക്കുന്നത്, സോഫ്റ്റ്വെയർ ആണോ എന്നാണ് ചോദിക്കുന്നത്. യെസ് എന്നാണ് ഉത്തരം. ജാവ, പൈത്തൺ, C++, C ഇതൊക്കെ എന്തോന്നാണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജസ് തന്നെയാണ് എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ട്രൂ ഓർ ഫോൾസ് ഇത്രയും വരെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ അടുത്തതിൽ. താങ്ക് യു.